ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. എറിയാട് കോൺഗ്രസ് 8ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. റഷീദ് പഴുപറമ്പിൽ അധ്യക്ഷനായി. TM നാസർ, PH മഹേഷ്, CB മൊയ്തു, PS മുജീബ് റഹ്മാൻ, സലീം കൈപ്പമംഗലം, PA മുഹമ്മദ് സഗീർ, TM കുഞ്ഞുമൊയ്തീൻ, KK കുഞ്ഞുമൊയ്തീൻ, ഗഫൂർ ഖാൻ സ്വാഗതവും മോഹനൻ മുല്ലശ്ശേരി നന്ദിയും പറഞ്ഞു. ഈ ഇന്ത്യ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയി എല്ലും തോലുമായ ഒരു രാജ്യത്തെ 40 കോടിയോളം വരുന്ന ജനങ്ങളായ പട്ടിണി പാവങ്ങളായ ഉടുക്കാൻ വസ്ത്രമില്ലാത്ത, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, അരിയില്ലാത്ത, നാണ്യങ്ങളില്ലാത്ത, വിളകളില്ലാത്ത ഒരു രാജ്യത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ നേതൃത്വപരമായ പങ്ക് വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി ഇത്തരത്തിൽ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ ആലോചിക്കേണ്ടതുണ്ട്. അതിവിടെ തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ എറിയാട് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണം അവിടെ 3-4 മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച സമാധാനവും സാഹോദര്യവും സഹവർത്തിത്വവും അതിലുപരി നാടിന്റെ വികസനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രതിനിധികളെ, ജനപ്രതിനിധികളെ കണ്ടെത്താൻ നമ്മുടെ അവകാശം വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായില്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇന്ത്യയിലെ സ്ഥിതി നമുക്കറിയാമല്ലോ. ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിലൊക്കെയാണ് ഇന്ന് ജനങ്ങളെ വേർതിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി ഉൾപ്പെടെ നമ്മെ വേർതിരിക്കുന്ന ഈ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉൾപ്പെടെയുള്ളവരെ വേർതിരിച്ച് തമ്മിൽ സ്പർദ്ധയുണ്ടാക്കി ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച ഭരണാധികാരികൾ, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണാധികാരികളായാലും ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണാധികാരികൾ, അവരെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കറിയാമല്ലോ